എല്ലാവരും SSLC എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി റിലാക്സ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ ചിലർക്ക് എക്സാം ടഫ് ആയിരുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കാം. ഓക്കെ, ഇപ്പോൾ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മുന്നിൽ വരുന്നത് +1 ആണ് അല്ലേ? +1 ആണ്. നമുക്കറിയാം സിലബസിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സിലെല്ലാം ഇനി വ്യത്യാസങ്ങൾ വരാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ +1 വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരുപാട് ട്യൂഷൻ സെന്റേഴ്സിന്റെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒക്കെ ഓൾറെഡി ബാച്ചസ് കുറെ ആൾക്കാരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. 2-3 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴാണ് +1 ഒരു ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ട്യൂഷനോ അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഓക്കെ, എപ്പോൾ തുടങ്ങണം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെറുതായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ +1 ട്യൂഷൻ എപ്പോൾ തുടങ്ങാം? ഓക്കെ, എപ്പോൾ തുടങ്ങാമെന്ന് ചോദിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ഒരു SSLC +1 വരുമ്പോൾ ഉള്ള മാറ്റം എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കറിയാം, ഇനിയിപ്പോൾ നിങ്ങൾ ഇതുവരെ കൂടെ പഠിച്ച എല്ലാവരും വേറെ വേറെ സ്ട്രീമിലോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോണേ. കുറേ ആൾക്കാർ സയൻസ് എടുക്കും, അതിൽ തന്നെ ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ കൊമേഴ്സ്, പിന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവരുണ്ടാവും. ഓക്കെ, അതല്ലാതെ വേറെയും കുറേ ടെക്നിക്കലായിട്ട് വേറെയും കുറേ രീതിയിൽ സ്ട്രീംസ് ചൂസ് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സയൻസ് എടുക്കുന്നവരാണ്. കമ്പ്യൂട്ടർ സയൻസോ ബയോളജി സയൻസ് എടുക്കുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏത് സ്ട്രീം എടുക്കണം എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി സയൻസ് എടുക്കുമ്പോൾ ഒരു വിഷയം വരുന്നത് നിങ്ങളുടെ സിലബസിലുള്ള ഒരു ചേഞ്ചാണ്. ഓക്കെ, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ നമുക്കൊരു 10 സബ്ജക്ട്സ് ഉണ്ട് അല്ലെ? സോഷ്യൽ സയൻസ്, IT എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദി എന്നുകൊണ്ട് വേറെയും കുറേ സബ്ജക്ട്സുകൾ വരുന്നുണ്ട്. ഇനി +1 വരുമ്പോൾ വ്യത്യാസം വരാൻ പോകുന്ന 6 സബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ 2 ലാംഗ്വേജസ് ആണ്. ഓക്കെ, ഒന്ന് ബയോളജി ആയിരിക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും. ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാവർക്കും കോമൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ പഠിച്ച രീതികളൊന്നല്ല ഇനി നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ആ ഒരു ഡെപ്തിലായിരിക്കില്ല ഇനി മുതൽ നിങ്ങൾ പഠിക്കുക. കാരണം വാസ്റ്റ് സിലബസ് ആയിരിക്കും. ഓക്കെ, വാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വേർഡ് കൊണ്ട് പേടിക്കേണ്ട. ഇങ്ങനെ പരന്ന് കിടക്കുക എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ പഠിക്കുന്നതിന് നമ്മൾ കൃത്യമായിട്ട് ഫിസിക്സ് പഠിക്കണം. നിങ്ങൾ ഫിസിക്സിൻ്റെ എല്ലാ ബ്രാഞ്ചസും നിങ്ങൾ ഹയർ ഡിഗ്രിയിൽ ഒരു ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ബിടെക്കോ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ കാര്യങ്ങളല്ല ഫിസിക്സിൽ ഡീപ്പായിട്ട് ഓരോരോ മെക്കാനിക്സ് എന്നും അതുപോലെ മോഡേൺ ഫിസിക്സ് എന്നും ഒപ്റ്റിക്സ് എന്നൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ കെമിസ്ട്രിക്ക് ഉണ്ട്, അതുപോലെ മാത്സിനുണ്ട്. ഓക്കെ, നിങ്ങൾ ഇനി ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബേസ് ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പഠിക്കൽ നിർബന്ധമാണ്. സിലബസ് അതുകൊണ്ട് തന്നെ നല്ല സിലബസ് ആണ്. ഓക്കെ, നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുകയും വേണം, നിർബന്ധമായിട്ടും പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, ഇനി നമുക്ക് ഷോർട്ട് കട്ടുകൾ കുറവാണ്, കൺസെപ്റ്റ് ഫോക്കസുകളായിരിക്കും. അതായത് മെമ്മറൈസേഷൻ, ഷോർട്ട് കട്ട്സ് ഒക്കെ ഇനി കുറവായിരിക്കും. നമ്മൾ പഠിക്കാനുള്ളതിൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, അപ്പോൾ പീരിയോഡിക് ടേബിൾ മറന്നു പോകാതിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കുറുക്കു വഴികളൊക്കെ പഠിച്ചു വെക്കാന്നല്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കാണാപ്പാഠം പഠിക്കുന്നത് വളരെ കുറയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും ഇനി നിങ്ങളുടെ സിലബസ് വരാൻ പോകുന്നത്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഇനി സിലബസ് വലുതാൻ പോവാണെങ്കിൽ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സിലബസ് വലുതായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് അല്ലേ, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാണ്ട്, നമുക്ക് തിയറി പഠിക്കാണ്ട്, നമുക്ക് ഡെറിവേഷൻസ് പഠിക്കാണ്ട്. ഓക്കെ, ഡെറിവേഷൻസ് ഒന്നും ഇതുവരെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പുതിയ ഒരു ആൾക്കാരൊക്കെ വരും ഡെറിവേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം പഠിക്കാണ്ട് പുതിയ രീതികൾ വരികയാണ്, പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണ്. നിങ്ങൾ കാണാപ്പാഠം പഠിച്ചാൽ കുറച്ച് മാർക്കൊക്കെ കിട്ടും. പക്ഷേ നിങ്ങൾ 10ാം ക്ലാസ്സിൽ എന്ത് ചെയ്യണേ, കിട്ടുന്ന ആ ഒരു മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരു അത്രയ്ക്ക് കൺസെപ്റ്റ് ഫോക്കസ്ഡ് അല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കുറച്ച് മാർക്കൊക്കെ ഒരു എയിലോട്ടൊക്കെ എത്താൻ പറ്റുമായിരുന്നു. ഓക്കെ, 10ാം ക്ലാസ് വരെയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതികൾ മാറി വരുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. ഓക്കെ, ഇനി മുതൽ +1 +2 ആ പരിപാടിയേ നടക്കില്ല. ഓക്കെ, നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കൽ നിർബന്ധമാണ്. നമുക്കറിയാം എക്സാം വൈയിൽ ഒരു 6 മുതൽ 10 വരെ നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നിങ്ങളെ ഇനി ഫൗണ്ടേഷൻ ഒന്നും പോയിട്ടില്ലാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിളിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫൗണ്ടേഷനൊക്കെ ചെയ്യുന്ന എക്സാം വൈയിലൊക്കെ പഠിച്ച അങ്ങനത്തെ കുട്ടികൾ വളരെ കുറവായിരിക്കും. അതല്ലാതെ നിങ്ങളെ പോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും ഓക്കെ ഫൗണ്ടേഷൻ ചെയ്യാത്തവർ. അപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ പോലെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസിന്. അപ്പോൾ അതാണ് നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം. ഓക്കെ, ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഫൗണ്ടേഷൻ മാത്രമല്ല, നമ്മൾ ഇതിനോടൊരു കോപ്പ് അപ്പ് ചെയ്യാനുണ്ട് അല്ലേ, ഒരു മെൻ്റൽ റെഡിനെസ് എന്ന് പറയും. അതായത് നമ്മൾ 10ാം ക്ലാസ് ഇതുവരെ പഠിച്ച രീതിയിലല്ല പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഡെപ്തിലല്ല കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഫിസിക്സ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് വ്യത്യാസം മനസ്സിലാവും. 10ാം ക്ലാസ് പഠിച്ച ഫിസിക്സേ അല്ല ഇനി +1 +2 വരുന്നത് നല്ലോണം മാത്ത് ഹെവിയാണ്, ന്യൂമറിക്കൽ നല്ലോണം ആവശ്യമുള്ള ഫിസിക്സ് ചാപ്റ്റേഴ്സ് ആണ്, ടോപ്പിക്സുകളാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ആ സിലബസിനോട് കോപ്പപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു മെന്റൽ റെഡി ആവാനുണ്ട് അല്ലേ? നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് നമ്മൾ മെന്റലി റെഡി ആവാനുണ്ട്. അപ്പോൾ സ്കൂളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മെല്ലെ മെല്ലെ ചാപ്റ്ററിലോട്ട് ഒരു ബേസ് മെല്ലെ മെല്ലെ ഉണ്ടാക്കിയെടുക്കൽ നിർബന്ധമാണ്. ഓക്കെ, ഇനി സ്ട്രെസ് റിഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസാനം ഇതുവരെ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 9ിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തലേന്ന് ഇരുന്നിട്ട് ഒന്നായിട്ട് പഠിക്കണം അല്ലേ? ഇനി മുതൽ അങ്ങനെയല്ല. +1 +2 പബ്ലിക് എക്സാം ആണ്. തലേന്ന് ഇരുന്ന് പഠിച്ചാൽ തീരാവുന്ന സിലബസ് അല്ല. ഓക്കെ, തലേന്ന് ഇരുന്നാലും പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ മാർക്ക് കിട്ടും. പക്ഷേ അത് പോരാ. നിങ്ങൾക്ക് ഒരു നല്ല കരിയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ പല എൻട്രൻസ് എക്സാമുകളും വരും. അതിലൊക്കെ ബോർഡ് എക്സാമിൻ്റെ മാർക്കും കൂടി പലതിലും ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ എന്താണ് എൻട്രൻസ് ചോദിക്കേണ്ടത് അതൊക്കെ തന്നെയാണ് ബോർഡ് എക്സാമിൻ്റെ സിലബസും. അപ്പോൾ ആ രീതിയിൽ നമ്മളത് പഠിക്കേണ്ടി വരും. തലേന്ന് മാത്രം പഠിച്ചാൽ ചിലപ്പോൾ മാർക്ക് കിട്ടിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അഡ്മിഷൻ കിട്ടിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 2 ചലഞ്ചസ് ആണ്. 10ാം ക്ലാസ് വരെ നിങ്ങൾക്ക് ആകെ ഒറ്റ മൈൻഡേ ഉള്ളായിരുന്നു, ബോർഡ് എക്സാം മാത്രമേ ഉള്ളായിരുന്നു. ഇനി മുതൽ എന്തുണ്ട്, ബോർഡ് എക്സാംസ് ഉണ്ട്, എൻട്രൻസിലും കൂടി ഫോക്കസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ സാധാരണ കോളേജ്, നിങ്ങളുടെ നാട്ടിലുള്ള ഒരു കോളേജിൽ നിന്നല്ല നിങ്ങൾ ഡിഗ്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രൻസിലും കൂടി ഫോക്കസ് ചെയ്യണം. ഇനി സാധാരണ ഒരു ഗ്രാജുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ ഒരു BSc എടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് നല്ലോണം മാർക്ക് വേണം. ഓക്കെ, നിങ്ങളുടെ +1 +2 പഠിക്കുന്ന ചേച്ചിമാരോടോ ചേട്ടന്മാരോടോ ചോദിച്ചാൽ അറിയാം, സിലബസുകളെ അല്ലെങ്കിൽ എക്സാമിൻ്റെ പാറ്റേൺസ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല ടഫായിട്ട് എക്സാമുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് റെഡി ആവണം. ബോർഡ് എക്സാമിന് പഠിക്കുമ്പോൾ തന്നെ നല്ലോണം പഠിക്കണം. നല്ല റെഡി ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് മൈൻഡോട് കൂടി തന്നെ പഠിക്കണം. എങ്ങനെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് മൈൻഡോട് കൂടി പഠിക്കുക? അതിനാണ് കൺസിസ്റ്റന്റ് റിവിഷനും ന്യൂമറിക്കൽ സോൾവിങ്ങും. നമ്മളൊരു ബോർഡ് എക്സാമും നമ്മുടെ ഒരു എൻട്രൻസ് എക്സാമും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഫിസിക്സിലും മാത്സിലൊക്കെ ഉള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ന്യൂമറിക്കൽസ് ആണ്. നമ്മൾ മാത്സിൽ ബോർഡ് അല്ലെങ്കിൽ ഫിസിക്സിലെ ബോർഡ് എക്സാംസിന് ന്യൂമറിക്കൽസ് വളരെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. പക്ഷേ എൻട്രൻസ് എക്സാംസിന് അങ്ങനെയല്ല. ഈ JEE, KEAM പോലെയുള്ള എക്സാംസിന് അങ്ങനെയല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയി, വളരെ ഡെപ്തിലുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി സമയം എടുത്ത് ചെയ്യേണ്ട ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ ആ സമയം ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാന്നുള്ള രീതിയിലോട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴേ തുടങ്ങാം. ഓക്കെ, +1 +2 നിങ്ങൾ ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ അങ്ങ് ബിൽഡ് ചെയ്തെടുക്കാം. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഹൈബ്രിഡ് ലേണിങ്സ്, എന്താണ് ഇൻറ്റിഗ്രേറ്റഡ് സ്കൂൾസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം, നിങ്ങൾ എന്താണ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ +1 ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JEE ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ എക്സാമിനോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് എൻട്രൻസിലും കൂടി പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു എക്സാം ഉണ്ട്, XIQ. നിങ്ങൾക്ക് അറിയുമോ അറിയില്ല. എക്സാം വൈ IIT ക്വസ്റ്റ്യൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ JEEയിലോട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾ ബോർഡ് എക്സാം കിട്ടും. കൂടെ നമ്മൾ എന്ത് ചെയ്യും, +1 +2 കൂടെ തന്നെ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ആ ഒരു JEE മൈൻഡോട് കൂടി നമ്മൾ പ്രോബ്ലംസ് +1 തൊട്ട് തന്നെ വളരെ ഹെവി ന്യൂമറിക്കൽസ് തന്നെ സോൾവ് ചെയ്ത് നമ്മൾ അങ്ങ് ബിൽഡ് ചെയ്തിട്ട് +2 തന്നെ നമ്മൾ എന്ത് ചെയ്യും, JEE ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാംസ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലോട്ടുള്ള ഒരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ കഴിയില്ല. അതിന് നിങ്ങൾ XIQ എഴുതണം. ഓക്കെ, XIQ എഴുതിയിട്ട് അതിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വരെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ XIQ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, XIQ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, എന്തായാലും പോയി എഴുതാം. നിങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള ആ സിലബസ് അതിൽ നിന്ന് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പം ഒരു മൈൻഡ് ഇല്ലാന്നുണ്ടെങ്കിലും ജസ്റ്റ് എക്സാം വഴി എഴുതി നോക്കാം. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കൽ ഇങ്ങനത്തെ എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് XIQ രജിസ്റ്റർ ചെയ്യാനേ മറക്കാതിരിക്കാം. ഓക്കെ, കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 6 മുതൽ 10 വരെ പഠിക്കുന്ന സിബ്ലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ അവർക്കൊരു ഫൗണ്ടേഷൻ കൊടുത്താലേ എന്ത് ചെയ്യും, അവർക്ക് ഈ +1 +2 കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രഗിൾ ചെയ്യാതെ അവർക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ഇതിനോട് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പ് അപ്പിംഗ് ഉണ്ടല്ലോ, അതായത് 10ന്ന് +2 പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലോട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, സിലബസിലുള്ള വ്യത്യാസം അത് ഈ ഫൗണ്ടേഷൻ ചെയ്ത കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സിബ്ലിങ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ 6 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ഓൺ ഗോയിങ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിനൊക്കെ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കരിയർ സെറ്റാക്കുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെയും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും കരിയറും കൂടി സെറ്റാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.